നടത്തം 11. അപരിചിതരായ രണ്ട് മനുഷ്യരുടെ വൈയക്തിക താൽപ്പര്യങ്ങൾ അർത്ഥവത്തായ ഒരിടത്ത് സംഗമിക്കുമ്പോഴാണ് മനസ്സുകളിൽ പ്രേമോദയങ്ങളുണ്ടാവുക. ആകർഷണവും ഇഷ്ടവും ആഴങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടെ പ്രണയത്തിൻ്റെ സാധ്യതയുണ്ടാകുന്നു. ഒരിക്കൽ പ്രണയത്തിൽ അർപ്പിക്കപ്പെട്ടാൽ നിങ്ങളുടെ അസ്തിത്വം എല്ലാ അർത്ഥത്തിലും അപ്രസക്തമാകും. അപരൻ മാത്രം പ്രസക്തമാകും. പ്രണയത്തിൻ്റെ ഈ പരകായ പ്രവേശത്തിന് ശേഷം പ്രണയിക്കൊരു തിരിച്ചുവരവ് സാധ്യമാകില്ല. തിരിച്ചു പോകാനുള്ള ഓരോ അപേക്ഷകളോടും തൻ്റെ നിസ്സഹായതയിൽ അയാൾ പ്രതികരിക്കുക ഏറ്റവും നീചവും നിന്ദ്യവുമായ പെരുമാറ്റങ്ങളിലൂടെയാവും. എടുത്തു പറയാൻ പ്രത്യേകതകളൊന്നുമില്ലാത്ത യൗവനാന്ത്യത്തിലാണ് അവൾ എന്നെ ഇഷ്ടപ്പെട്ടത്. വളരെ സ്വാഭാവികമായി അത് പ്രണയ പരിസരങ്ങളിലേക്ക് കടക്കുകയും മെല്ലെ മെല്ലെ ഒരാളുടെ സകല വ്യവഹാരങ്ങളിലും മറ്റേയാളുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അധികാരത്തിൻ്റെയും മുദ്രകൾ പതിയാൻ തുടങ്ങുകയും ചെയ്തു. അർപ്പിത പ്രണയം മനുഷ്യരക്തം രുചിച്ച കടുവയെ പോലെയാണ്. മറ്റൊരു രുചിയിലും അത് തൃപ്തനാകില്ല. ഓരോ ദിവസവും ഞാൻ തീവ്രതയുടെ കൂടുതൽ ആഴങ്ങൾ കുഴിച്ചുകൊണ്ടേയിരുന്നു. അത് അവൾക്ക് അസഹനീയമാകുന്ന പരിധിവരെ. ഒരിക്കലുണ്ടായ ഇഷ്ടം അരുചിയും ചവർപ്പ് നിറഞ്ഞ അനിഷ്ടവുമായി മാറിയ ഒരു ദിവസം നമ്മൾ ഒരു രാത്രി വണ്ടിയിൽ തിരികെ പോരുകയായിരുന്നു. മനഃപൂർവ്വമുള്ള ഒഴിഞ്ഞുമാറലുകൾ ഫലിക്കാത്തതിൻ്റെ അനിഷ്ടം അവളിൽ പ്രതിഫലിച്ചു. ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടും മുറിവേൽപ്പിക്കാൻ തന്നെ വെട്ടിയ വാക്കിൻ്റെ വെട്ടുകളേറ്റും ഞാൻ പരീക്ഷീണനായിരുന്നു. ചിരപരിചിതമായ സ്ഥലങ്ങളൊക്കെ എനിക്ക് അപരിചിതമായി തോന്നി. അവിരാമമായ വ്യഥയിൽ തീവണ്ടി കൂരിരുട്ടിലൂടെ കുതിച്ചു പാഞ്ഞു. തിരിച്ചു വരാനുള്ള എൻ്റെ ആയിരക്കണക്കിന് അപേക്ഷകൾക്കിടയിൽ മനം മടുത്ത് ഒരു നിമിഷം ജനം തിങ്ങി നിറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അവൾ ഒരു വർഷത്തെ തൻ്റെ പഠന സമ്പാദ്യമായ ഫയൽ വലിച്ചെറിഞ്ഞ് ഒറ്റയ്ക്ക് നടന്നു. തൃശ്ശിവപേരൂരെ എൻ്റെ പകൽപൂരങ്ങൾ അന്ന് ആ തെരുവിൽ അവസാനിച്ചു. സഹയാത്രകൾ ഒറ്റതിരിഞ്ഞു.